ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ നല്ലൊരു പത്തിരിയും കോഴിയിറച്ചിയും കഴിക്കാൻ വേണ്ടി. ഈ പത്തിരി കഴിക്കാനുള്ള ആഗ്രഹം ഇൻസ്റ്റാഗ്രാമിൽ ഈ പത്തിരി വീഡിയോ കണ്ട ശേഷം വന്നതാണ്. ഇതുവരെ പത്തിരി കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. അത് തന്നെ യൂട്യൂബ് നോക്കിയാണ് സംഭവം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഇപ്പോൾ വെള്ളം ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മുടെ ചപ്പാത്തി പ്രസ്സിലാണല്ലോ ഞാൻ പരത്തിയെടുത്തത്. ചപ്പാത്തി പ്രസ്സിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ക്ലിങ് ഫിലിം വെച്ച് ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ ഒട്ടി പിടിക്കില്ലല്ലോ രണ്ട് സൈഡും. എന്നിട്ട് പരത്തിയെടുത്തു. ഈ ചുട്ടെടുത്ത സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ പൊന്തി വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആകുമ്പോണ്ടല്ലോ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് പ്രത്യേക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ. അങ്ങനെ എൻ്റെ ഓരോ പത്തിരി പരത്തിയവരും എൻ്റെ കോൺഫിഡൻസ് കൂടി വന്നു കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയ ശേഷം എൻ്റെ പ്ലാൻ അടുത്തത് കറിയാണ്. വേറെ ഒന്നും ചിന്തിച്ചില്ല, ചിക്കൻ കറി. അത് മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോയിലും കാണാറ്, പത്തിരിയും ചിക്കൻ കറി. ഞാൻ നല്ല ഗ്രില്ല് ചെയ്ത ചിക്കൻ എടുത്ത് നല്ല തേങ്ങാപ്പാൽ വെച്ച് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ. കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്ത് സംഭവം റെഡിയാക്കി. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് പത്തിരിയും കോഴിയിറച്ചിയായിരുന്നു. എൻ്റെ കെട്ടിയവൻ ഇതുവരെ പത്തിരി കഴിച്ചിട്ടില്ല, എന്നെപ്പോലെ തന്നെ. അതുകൊണ്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ പുള്ളി പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കിട്ടി.